കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു കൃഷ്ണയും സ്വന്തം അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വൈറലാണ്. സഹോദരിയുടെ മകളായ തൻവി അമ്മൂമ്മയുമായുള്ള ഒരു വീഡിയോ കോൾ ഷെയർ ചെയ്തതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായി മാറിയത്. എന്നെ ആരും നോക്കാനില്ല, ഫോൺ പോലും വിളിക്കുന്നില്ല എന്ന് അമ്മൂമ്മ പറഞ്ഞതും സിന്ധു കൃഷ്ണ അമ്മയെ കൈയൊഴിഞ്ഞു എന്ന രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു. പിന്നാലെ അമ്മൂമ്മയുടെ സ്വഭാവത്തെയും വീഡിയോ പങ്കുവച്ച തൻവിയെയും വിമർശിച്ചുകൊണ്ട് അഹാനയും രംഗത്ത് വന്നിരുന്നു. എന്നാൽ അഹാനയ്ക്ക് മറുപടിയുമായി തൻവിയും രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതിനോട് പ്രതികരിച്ചിരിക്കുകയാണ് അമ്മൂമ്മയായ വസന്ത. വസന്തയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: കാനഡയിൽ നിന്ന് കുഞ്ഞിനെ വിളിച്ചു വരുത്തിയത് എന്നെ നോക്കാൻ ആരുമില്ലാത്തതുകൊണ്ടാണ്. എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ സിന്ധു നോക്കുമായിരുന്നു, പക്ഷേ എൻ്റെ ഒരു കാര്യങ്ങളും അവർ നോക്കാറില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ നോക്കിയിട്ടുണ്ട്, 3 കൊല്ലത്തിന് മുമ്പ് ശരിക്കും നോക്കിയിട്ടുണ്ട്, പക്ഷേ പിന്നെ നോക്കാറില്ല. അതിന് കാരണം എന്താണെന്ന് അറിയില്ല. എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു പറയും, അത് അറിയാതെ ഞാൻ പറഞ്ഞു പോകുന്നതാണ്. കൊച്ചുമോളോട് ഞാൻ പറയാൻ പാടില്ലാത്തത് പറഞ്ഞു. അമ്മു എന്നെ പറയാൻ പാടില്ലാത്തത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓസിയോ ഹൻസുവോ ഇഷാനിയോ അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. അമ്മു മാത്രമാണ് എന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അമ്മു പറഞ്ഞത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇനി എനിക്ക് ഒരു അമ്മൂമ്മ, അപ്പച്ചി, വസന്ത ഇനി എൻ്റെ ജീവിതത്തിൽ ഇല്ല. ഇനി നിനക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. വേറെ ഒരു മെസ്സേജ് ഇങ്ങനെ: നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ അതിമനോഹരമായ പാട്ട്. അത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വച്ച് അടിക്കും. അത് ഓർത്തു വച്ചോ, വൃത്തികെട്ട സ്ത്രീയെ. ഇതിൻ്റെ ഓരോ കോപ്പി വീതം നിന്റെ ബന്ധുക്കാർക്ക് അയച്ചിട്ടുണ്ട്. അവരും കേൾക്കട്ടെ ഈ പാട്ട്. ഇതൊക്കെ കൂടാതെ വേറെയും മെസ്സേജസ് അയച്ചിട്ടുണ്ട്. എടി വസന്ത എന്നാണ് വിളിക്കുക. വെറുതെ ഇരുന്ന എന്നെ അമ്മു തെറി വിളിച്ചതുകൊണ്ടാണ് ഞാൻ തിരിച്ച് തെറി പറഞ്ഞത്. ഞാൻ വിളിച്ചില്ലെന്ന് പറയുന്നില്ല. അപ്പൂപ്പൻ്റെ മൂക്കിൽ നിന്ന് രക്തം വന്നുവെന്ന് ഒക്കെ പറയുന്നത് വെറുതെ പറയുന്നതാണ്. എന്നെ ചീത്ത പറഞ്ഞ ഹോം നഴ്സിനെ ഞാൻ പുറത്ത് നിർത്തിയിട്ടുണ്ട്. ഏത് ഹോം നഴ്സ് വന്നാലും ഏജൻസിയിൽ ഇവർ വിളിച്ചു പറയും, ആ വീട്ടിൽ മാനസിക പ്രശ്നമുള്ള ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീ പറയുന്ന ഒരു കാര്യവും കേൾക്കരുത്. അവൾ എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു പറയുക. കാരണം നിങ്ങൾക്ക് ശമ്പളം തരുന്നത് ഞാനാണ്. ആ സ്ത്രീ പറയുന്ന ഒരു കാര്യവും കേൾക്കാൻ പാടില്ല. അവരല്ല, ഞങ്ങളാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നതെന്ന് പറയും. ഞാൻ ചെയ്യുന്ന ഫോൺ കോളുകളൊക്കെ റെക്കോർഡ് ചെയ്ത് അവർക്ക് കൊടുക്കും. എൻ്റെ നാത്തൂന്മാരെയാണ് ഞാൻ വിളിക്കുന്നത്. സിന്ധുവും സിമിയും എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. സിമിക്ക് വേണ്ടി ചെന്നൈയിലെ വീട് വരെ വിറ്റുകൊടുത്തു, അതും പോയി. സിമി തൻവിയെ നോക്കാത്തതിൻ്റെ പേരിലാണ് ഞങ്ങൾക്ക് തൻവിയെ നോക്കേണ്ടി വന്നത്. പണ്ട് വഴക്ക് കൂടിയപ്പോൾ അമ്മു പറഞ്ഞത് കല്യാണത്തിന് പോലും ആ സിമിയെ വിളിക്കില്ലെന്നാണ്. ഇപ്പോൾ ചിന്നമ്മ നല്ലവള. ഞാനും എൻ്റെ ഭർത്താവും അടികൂടിയാൽ നാട്ടുകാർക്കെന്ത്? അതാരും തിരക്കേണ്ട കാര്യമില്ല. 58 വർഷം ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചു. അപ്പൂപ്പന് പ്രശ്നം ഉണ്ടായിരുന്നുവെങ്കിൽ എന്നെ ഡിവോഴ്സ് ചെയ്ത് കളയാമായിരുന്നില്ലേ? അദ്ദേഹം എന്നെ അവസാനം വരെ നോക്കി. കിടക്കാനൊരു വീടും ജീവിക്കാനുള്ള വകയും തന്നിട്ടു തന്നെയാണ് ആള് പോയത്. എന്തിനിത്ര പൈസ ഇട്ട് കൊടുത്തുവെന്ന് അപ്പൂപ്പനോട് ഈ അമ്മു ചോദിച്ചിട്ടുണ്ട്. ഹോം നേഴ്സിൻ്റെ കയ്യിൽ ഫ്രൂട്ട്സ് വാങ്ങി കൊടുത്തിട്ട് അഹാന പറയും, ഈ ഫ്രൂട്ട്സ് അപ്പൂപ്പന് മാത്രം കഴിക്കാനുള്ളതാണ്, ഒന്നുപോലും അമ്മൂമ്മ എടുക്കരുതെന്ന്. ഈ കാര്യം അഹാന പറഞ്ഞു എന്ന് പറയാൻ പറഞ്ഞുവിടും. ആ പയ്യൻ അതുപോലെ ഇവിടെ വന്ന് പറയും. എന്തുകൊണ്ട് വന്നാലും ഞാൻ തിന്നാതെ എൻ്റെ ഭർത്താവ് തിന്നില്ല. അവസാനം അമ്മു എന്നെ അടിക്കാൻ വന്നു. എന്നെ അടിച്ചാൽ ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. അർജുനാണ് എന്നെ വിളിച്ചു പറയുന്നത്. ഇഷാനിയും ഹൻസികയും ഓസിയും ഒക്കെ ഡീസൻ്റ് പിള്ളേരാണ്. അഹാനയുടെ കല്യാണത്തിന് എന്നെ വിളിക്കില്ലെന്ന് അവൾ പറഞ്ഞു. നീ എൻ്റെ കാലിൽ വീണ് മാപ്പ് പറയണം, അല്ലാതെ കല്യാണത്തിന് വിളിക്കില്ല എന്ന് പറഞ്ഞു. കല്യാണത്തിന് വരരുത് എന്ന് പറയാൻ കൂടിയാണ് അന്ന് വന്നതെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് 75 വയസ്സായി, ഇനിയൊരു കല്യാണം കൂടാൻ മോഹമൊന്നുമില്ല, മക്കൾ എന്നെ വിളിക്കുകയും വേണ്ട, ഞാൻ വരുന്നില്ല. ഇങ്ങനെയാണ് വസന്ത പറഞ്ഞത്.